ഞങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേൾഡിൽ ആകെ 2 വണ്ടി എന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. 100 വർഷത്തിനടുത്ത് പഴക്കം, ലോകത്തിൽ തന്നെ 2 വണ്ടി, അതിലൊന്ന് നമ്മുടെ കേരളത്തിലും. ഒരു യാത്രക്കിടെ റോഡിൽ കണ്ടതാണ്. അപ്പം ഇതുപോലൊരു വണ്ടി കണ്ടപ്പോൾ അതിന്റെ വിശേഷങ്ങൾ അറിയണം തോന്നി. അദ്ദേഹത്തോട് ചോദിച്ചു, ഒന്ന് നിർത്തിത്തരാവോ എന്ന്. വീഡിയോ എടുത്തോട്ടെ, നിർത്തിത്തരോ സൈഡാണെങ്കിലും. ഹലോ, നമസ്കാരം. ഇങ്ങനൊരു വണ്ടി കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി, അതുകൊണ്ട് നിർത്തിച്ചാണ്. ക്ഷമിക്കണം ആദ്യം തന്നെ. എത്ര വർഷമായി നമ്മുടെ ഈ വണ്ടി? ഇത് ഇപ്പോൾ വയസ്സ് ഈ 2028 100 വയസ്സായി. 2028 100 വയസ്സായി. അതെ. ഇത് എങ്ങനെ നമ്മുടെ ഐക്യ വന്നേ? ഇതൊരു ഐഡിയ ഉണ്ടോ, ഓർമ്മയുണ്ടോ? ഇതുണ്ട്. ഇതൊരു രാജകുടുംബത്തിലുള്ള വണ്ടിയാ. അപ്പോൾ അവര് അങ്ങനെ കൈമാറി വന്നതാണ്, നമ്മുടെ കയ്യിൽ കെട്ടിയതാണ് നേരെ. അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് എത്ര വർഷമായി? കൊട്ടിയിട്ട് ഒരു 5 വർഷമായി. 5 വർഷമായി. ഇത് നമുക്ക് റോഡിൽ ഓടിക്കാം, പ്രശ്നമൊന്നുമില്ല. എല്ലാം കറണ്ടാണ്, എല്ലാം സെറ്റാണ്. അതെ അതെ. ഇത് ഇന്റർനാഷണൽ ഷോ നടക്കം പോയിട്ടുണ്ട്. ആണോ? എവിടെയാ? മറ്റേ ബറോഡ, അവിടെ നിന്ന് ഇതിലേക്ക് പോയിട്ടുണ്ട്. മറ്റേ ഇന്റർനാഷണൽ ജഡ്ജസ് ഒക്കെ ഇതിന് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നി വണ്ടി കണ്ടപ്പോൾ. ഇത് അതായത് 100 വർഷം പഴക്കമുണ്ട്. 100 വർഷം, ഇപ്പൊ 97 വയസ്സ്. അപ്പൊ ഇതിന്റെ വർക്കൊക്കെ നടക്കുന്നത് നമ്മുടെ ഫാക്ടറി തന്നെ ഉണ്ട്, നമ്മുടെ ടീം തന്നെ ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ എത്ര വണ്ടിയുണ്ട് നമ്മുടെ അടുത്ത്? ഒരു 14 വണ്ടിയുണ്ട്. 14 വണ്ടി ഇതുപോലത്തെ പഴയ വണ്ടികളാണ്. പാർട്സ് ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ? പാർട്സ് ബുദ്ധിമുട്ടല്ല, നമുക്ക് ചിലതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ചിലത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എന്തെങ്കിലും പുതിയതുണ്ടോ? എല്ലാം പഴയ തന്നെയാണ്. അത്രയും വർഷം പഴക്കമുള്ള വർഷം. എഞ്ചിൻ മാത്രം റീഫർബിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പഴയ തന്നെയാണ്. മൈലേജ് ചോദിക്കാൻ പാടില്ല. മൈലേജ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ വേറും ഈ ആൾ എന്തിനാ ഈ വണ്ടി ഓടിക്കണത് ചോദിക്കും. ഒരു 4 to 5 അത്രേ ഉള്ളൂ. റോഡിൽ ഓടിക്കാനുള്ള പെർമിഷൻ ഉണ്ട്? പെർമിഷൻ ഉണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. പുതിയ വണ്ടിക്ക് വേണ്ട എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അത്യാവശ്യം ഓടിച്ച് പോകാറുണ്ടോ? ഇല്ല, ആഴ്ചക്കൊരിക്കൽ ഏതെങ്കിലും ഒരു വണ്ടി പുറത്തെടുക്കും. അങ്ങനെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങി ഒരു ഇളനീര് ജ്യൂസ് അല്ലെങ്കിൽ ഒരു കരിമ്പ് ജ്യൂസ് അടിച്ചിട്ട് വരും. അങ്ങനെയാണ്. എന്തെങ്കിലും അല്ലെങ്കിൽ വീൽ ജാം ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ പുറത്തെടുക്കണം, ഓടിക്കന്നെ വേണം. അതല്ലാതെ വേറെ നമ്മൾ റെന്റിന് കൊടുക്കാറില്ല. വണ്ടി ഡാമേജ് ആവും. പേഴ്സണൽ ആവശ്യം, പിന്നെ ഈ ഫോട്ടോഷൂട്ടിന് കൊടുക്കും. ആള് കൂടെ ഉണ്ടാവും. പിന്നെ എക്സിബിഷന് എല്ലാവരും പോയിട്ടുണ്ട്. ഇത് ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. എല്ലായിടത്തും കൊണ്ടുപോകും. അതെ. അതിന്റെ ഒരു ഇതാണ് ഈ 21 കൺസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെഡൽ കിട്ടണം പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഇതുണ്ടാവണം. ഇത് ബറോഡ. ഇത് മദർ ഇൻ ലോ സീറ്റ് പറയും. ഇവിടെ അമ്മായിക്ക് ഇരിക്കാനുള്ള സീറ്റാ. അപ്പോൾ അന്നത്തെ ചെറുപ്പത്തെ കല്യാണം കഴിഞ്ഞല്ലേ, അപ്പോൾ അവരിവിടെ ഇരിക്കുമ്പോൾ അമ്മായിക്ക് കാണാൻ പാടില്ലല്ലോ, അതിനാണ് ഇത് മദർ ഇൻ ലോ സീറ്റ്. പക്ഷെ ആക്ച്വൽ വേർഡ് റംബിൾ സീറ്റ്, മദർ ഇൻ ലോ സീറ്റ്, റംബിൾ സീറ്റ് എന്ന് പറയും. ഇവന്റെ പേരെന്താ ശരിക്കും? ഫിയറ്റ്, നമ്മുടെ ഫിയറ്റ്. അത്രേ ഉള്ളൂ. ഫിയറ്റ് സ്പൈഡർ. ഇതിന് 2 ഡബിൾ സ്റ്റെപ്പിനെയാണ്. വൈറ്റ് ടയറാണ്, ടയർ വെള്ളയാണല്ലേ. ഇത് എവിടത്തെയാ വണ്ടി? എവിടത്തേത്? ഇത് പാലക്കാട് ചന്ദനഗർ. ഇറ്റാലി. ഫിയറ്റ് ഇറ്റാലിക്കാരാണ്. അന്നൊക്കെ ഇതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേൾഡിൽ ആകെ 2 വണ്ടി എന്നുള്ളൂ. ഇപ്പോൾ 2 വണ്ടിയുള്ളൂ. ഒന്ന് ഇപ്പോൾ ഇന്ത്യയിലും, ഒന്ന് ഇറ്റാലിയിലും. ഇതിന്റെ റെക്കോർഡ്സ് ഒന്ന് നമ്മുടെ അടുത്താണ്. ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. ഈ വണ്ടികൾ കയറുന്നത് തന്നെ ഒരു വ്യത്യാസമായിട്ടാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ ഇരുന്നിട്ട് കാല് എടുത്ത് വെക്കില്ലേ, ഇതിലങ്ങനെ വെക്കാൻ പാടില്ല. ഫസ്റ്റ് ഒരു കാല് വെക്കണം, വെച്ചിട്ട് ഇങ്ങനെ ടേൺ ചെയ്താലേ അടുത്ത കാല് ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് അടുത്ത കാല് വെച്ചിട്ട് ലോക്ക് ചെയ്യണം. ക്ലോസ് ചെയ്യണം, കുറച്ച് ബലക്കനെ ക്ലോസ് ചെയ്തോ. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ബാക്കിയെല്ലാം സെയിം. എത്ര ഗിയർ ഉണ്ട് ഇതിനകത്ത്? 3 ഗിയർ. ഇത് സ്പീഡോമീറ്റർ, ഇത് ആംസ്, ഇത് മറ്റേ ടെമ്പറേച്ചർ, ഇത് ഹോണ്, ഇത് സെർച്ച് ലൈറ്റ് ഉണ്ട്. ഈ പണ്ടൊക്കെ ഹണ്ടിങ്ങിന് രാജാക്കന്മാർ പോണ വണ്ടിയാണ്. അപ്പോൾ അതിന് സെർച്ച് ലൈറ്റും ഇതൊക്കെ ഉള്ള വണ്ടിയാണ്. ഇന്നിപ്പോൾ എല്ലാം വർക്ക് കണക്ഷനൊക്കെ ഉണ്ട്.
ഓക്കെ സാർ, എനിക്ക് കുറച്ച് സമയം തന്നതിന് സന്തോഷം. ഇനി ഞാൻ വൈകിപ്പിക്കുന്നില്ല, വിട്ടോളൂ. ആയിക്കോട്ടെ.